24 വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 17 അധ്യായം അതിന്റെ 24 വാക്യം. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിയരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടി. ഹല്ലേലൂയ. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിയരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടി. ഇതിന്റെ ചരിത്രവും ഇതിന്റെ പശ്ചാത്തലവും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ കുഞ്ഞുകുട്ടികളായിരുന്ന കാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഭാഗമാണ് ഈ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം. നമുക്കെല്ലാവർക്കും കഥയായിട്ടും വചനമായിട്ടും എല്ലാ നിലകളിലും ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ എന്നെ ഒരു സ്ട്രൈക്ക് ചെയ്ത ഒരു വാക്യമായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാനത് പ്രസംഗിച്ചില്ല, പകരം വിശ്വാസമായിരുന്നു കഴിഞ്ഞ ആഴ്ച ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹവും ഈ ഭയം എന്നതിനെ പറ്റി തന്നെയാണ് പ്രസംഗിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ലിലിയ, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഭയമെന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്, അല്ലേ ലിലിയ? അനാവശ്യമായ ഭയങ്ങൾ നമുക്ക് പലതുമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരമുള്ളതുകൊണ്ട് നമ്മൾ ഈ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ നോക്കിയാൽ ഒത്തിരി മെഡിക്കൽ ടിപ്സ് എന്നുള്ള നിലയിൽ, മെഡിക്കൽ ഡോക്ടേഴ്സ് എന്നുള്ള നിലയിൽ ചില ചാനലുകളൊക്കെ ഇങ്ങനെ പല രോഗങ്ങളെക്കുറിച്ച്, ചില രോഗങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ പ്രതിവിധികളും എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. അതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ കുറേയൊക്കെ വളരെ നമുക്ക് ഇൻഫർമേഷൻ നൽകുന്നതാണ്, കുറേയൊക്കെ വളരെ പ്രയോജനമാണ്. ചിലതൊക്കെ കേട്ട് അനാവശ്യമായ ആദി പിടിക്കുന്നവരാണ് നമ്മൾ. ചില ലക്ഷണങ്ങളൊക്കെ പറയും, വയറിൻ്റെ വലത് ഭാഗത്ത് മുകളിലായിട്ട് ചില വേദന ഉണ്ടെങ്കിൽ അത് ലിവർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. വലിയ അന്നേരമായിരിക്കും തലേ ദിവസം നമുക്ക് വയറിന് എന്തെങ്കിലും ഒരു വേദന ഈ പറയപ്പെട്ട ഭാഗത്ത് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സ് മൊത്തം ആദിയാണ്, എനിക്കും ലിവറിനെന്തോ പ്രശ്നമാണ്. അതല്ലെങ്കിൽ നടുവിൻ്റെ ഇടതു ഭാഗത്ത് വേദന അല്ലെ വലതു ഭാഗത്ത് വേദന എന്ന് പറയുമ്പോൾ ഇനി കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ അനാവശ്യമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ കുറേ ചിന്തിച്ച് വയ്ക്കും, എനിക്ക് എന്തൊക്കെയോ അസുഖങ്ങളാണ് എന്ന്. അല്ലെങ്കിൽ ഇത് വളരെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഇതൊന്നും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മളിത് കേട്ടിട്ട് നമ്മളിത് എടുത്ത് നമ്മളെന്തോ ഇത് വലിയ സംഭവമാക്കി, ഞാനൊരു രോഗിയാണ്, എനിക്കെന്തോ വലിയ അസുഖമുണ്ട് എന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, അങ്ങ് തീരുമാനിച്ചു, എനിക്കെന്തോ അസുഖമുണ്ട്. ലിലിയ, ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു ഭയമാണ്. ലിലിയ, നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്ന ഒരു ഭയപ്പാടുകളാണ് ഇതൊക്കെ. ലിലിയ, ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? ദൈവമക്കള് ജയിക്കുവാനായിട്ട് ഇടയായി തീരണം. ലിലിയ, കാരണം ലിലിയ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാകാം, ക്ഷീണമുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, അനർത്ഥങ്ങളുണ്ടാകാം, ആപത്തുകളുണ്ടാകാം. അത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെയുള്ള എല്ലാ കഷ്ടതകളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അല്ല, ഞാൻ പലപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അല്ല, ഒരു പക്ഷേ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഈ TPM-ലെ ഉപദേശിമാര് അവര് പൂർണ്ണസമയ സുവിശേഷകരായി ഇറങ്ങി അവർക്ക് ഒരു സന്യാസ ജീവിതം പോലാണ് അവര് ജീവിതം നയിക്കുന്നത്. എന്നാൽ എനിക്ക് പരിചയമുള്ള അനേക ദൈവദാസന്മാര് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നല്ല പ്രായത്തിൽ മരിച്ചിട്ടുണ്ട്. ഒരു 50 വയസ്സിന് താഴെ മരിച്ച ഒത്തിരി TPM-ലെ ഉപദേശിമാരെ എനിക്കറിയാം. അവരുടെയൊക്കെ ശരീരത്തിൽ പല രോഗങ്ങളുണ്ടായിരിക്കാം, പല ക്ഷീണങ്ങളുണ്ടായിരിക്കാം, പല പ്രയാസമുണ്ട്. അവരുടെ ഈ മരുന്നും മറ്റുമൊന്നും എടുക്കാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ അത് പെട്ടെന്ന് എഫക്ട് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഒരു പക്ഷേ അങ്ങനെയാവാം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ എവിടെയുണ്ട്? നമ്മുടെ ശരീരത്തിലുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമേ ഇതുവരെയും സംഭവിച്ചിട്ടുള്ളൂ. ശരീരം എങ്ങനെയുള്ളതാ?
ബലഹീനമാണ് അല്ലേ? ശരീരം ബലഹീനവും ആത്മാവ് ഒരുക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് ശരീരത്തിൽ എപ്പോഴും വന്നുണ്ട് ക്ഷീണങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്ഷീണമോ എന്തെങ്കിലും ഒരു പ്രയാസമോ വരുമ്പോൾ അല്ലയ്യ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യരുത്, അത് ബാധിക്കുവാനായിട്ട് ഇടയായി തീരരുത്. അല്ലെങ്കിൽ അനാവശ്യമായ ഭയചിന്തകൾ, ആകുലതകൾ എന്ത് ചെയ്യരുത്, നമ്മളെ ഭരിക്കുവാനായിട്ട് ഇടയായി തീരരുത്. അല്ലയ്യ അതാണ് പ്രാരംഭമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ വായിക്കുന്നു, അവനെ കണ്ടപ്പോൾ ഇസ്രായേലിലൊക്കെയും എന്ത് ചെയ്തു, ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം ഫെലിസ്ത്യൻ ഗോലിയാത്ത് നിന്നുകൊണ്ട് ദൈവജനത്തെ എന്ത് ചെയ്യുക, നിരന്തരമായി വെല്ലുവിളിക്കുകയാണ്. അല്ലേലൂയ. ഒരു യുദ്ധത്തിനായിട്ടല്ല, ഒരു ദ്വന്ദ്വ യുദ്ധം അല്ലെ, ഒരു മല്ലയുദ്ധത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം വെല്ലുവിളിക്കുന്നത്. ആ യുദ്ധത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹത്തെ ആരെങ്കിലും തോൽപ്പിച്ചാൽ യുദ്ധം അവിടെ കൊണ്ട് എന്ത് ചെയ്തു, അവസാനിച്ചു. യുദ്ധം അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അവരെന്ത് ചെയ്യും, കീഴടങ്ങും. അങ്ങനെയാണ് ആ യുദ്ധം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആകാര ഭംഗിയും തന്റെ വസ്ത്ര രീതികളും തന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യവും നല്ല പൊക്കവും ഉയരവും ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയതുകൊണ്ട് താനങ്ങോട്ട് ഇറങ്ങി നിന്ന് ഈ പാളയത്തിലേക്ക് ഇറങ്ങി നിന്നിട്ട് ആരെങ്കിലും ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേലിയ യുദ്ധ അഭ്യാസമൊക്കെ ലഭിച്ച യുദ്ധവീരന്മാർ എവിടെയുണ്ട്? ഇസ്രായേലിലുണ്ടെന്നേ. അവരാരും മോശക്കാരൊന്നുമല്ല, അനേക യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ളവരാണ്, നല്ല അഭ്യാസം ലഭിച്ചവരാണ്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മിലിറ്ററി ഒക്കെയാണ്. പക്ഷേ അല്ലേലിയ ഇവന്റെ ഈ ആകാര ഭംഗിയും ഇവന്റെ ഈ രീതികളും ഇവന്റെ ശബ്ദവും ഇവന്റെ ഇടപാടുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തില്ല, ഇവർക്ക് ആർക്കും അവന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്താ ചെയ്തത്? ഇവരെല്ലാവരും ഭയപ്പെടുവാനായിട്ട് ഇടയായത്. നമുക്ക് എല്ലാവർക്കും ഈ ചരിത്രവും ഈ പശ്ചാത്തലം അറിയാവുന്നത് കൊണ്ട് ഞാനതിനെ വിശദീകരിക്കുന്നില്ല. അല്ലേലിയ അവിടെ നമ്മൾ കാണുന്നത് അല്ലേലിയ ഇവരെല്ലാവരും എന്ത് ചെയ്യുക, ഇസ്രായേൽ ജനം മുഴുവൻ ഭയപ്പെട്ടിരിക്കുക. ആരുൾപ്പെടെ? രാജാവ് ഉൾപ്പെടെ. അല്ലേലിയ രാജാവ് നിന്നുകൊണ്ട് ഒരു വലിയ ഒരു ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും എന്ത് ചെയ്താൽ, ആരെങ്കിലും ഇദ്ദേഹത്തെ തോൽപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം, എന്റെ മകളെ വരെ എന്ത് ചെയ്യാം, കെട്ടിച്ചു കൊടുക്കാം. അല്ലേ? അങ്ങനെയുള്ള പല ഓഫറും പല കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആർക്കും എന്തില്ല, ധൈര്യമില്ല. ഇതിനു വേണ്ടി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുവാൻ ആർക്കും ധൈര്യമില്ലാതെ നിൽക്കുമ്പോൾ അല്ലേലിയ സഹോദരന്മാരുടെ വിശേഷം അറിയുവാൻ ഒരു വ്യക്തി, ആരാണ്? ആട്ടിടയനായ ഒരു വ്യക്തി. അല്ലേലിയ യുദ്ധത്തിന്റെ അഭ്യാസമില്ല, യുദ്ധം ചെയ്ത പരിചയമില്ല, ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അല്ലേലിയ എവിടെയാണ്? ഈ പടയിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്തിനാ ചെല്ലുന്നത്? തന്റെ സഹോദരന്മാരുടെ വിശേഷം അറിഞ്ഞിട്ട് വരാൻ. തന്റെ പിതാവ് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ താൻ യുദ്ധഭൂമിയിലേക്ക് എന്ത് ചെയ്യുക, കടന്നു ചെല്ലുകയാണ്. അല്ലേലിയ അവിടെ കടന്നു ചെല്ലുമ്പോൾ അല്ലേലിയ അദ്ദേഹവും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വെല്ലുവിളികളൊക്കെ കേൾക്കുന്നുണ്ട്. അല്ലേലിയ ഈ പല പ്രാവശ്യത്തെ ഈ വെല്ലുവിളിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അല്ലേലിയ ദാവീദ് ചോദിച്ചു, എന്താ പ്രശ്നം, എന്താണ് കാര്യം? അല്ലേലിയ ഇവനെ തോൽപ്പിക്കുവാൻ നമ്മുടെ ഇടയിൽ ആരുമില്ലേ എന്ന് ചോദിച്ച് അല്ലേലിയ പല പല കാര്യങ്ങൾ ഇങ്ങനെ കൂടി ആലോചിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അല്ലേലിയ തന്റെ സഹോദരന്മാർ തന്നെ പറഞ്ഞു, നീ സംസാരം നിർത്ത്, പരിപാടി നിർത്ത്. ഞങ്ങൾക്കറിയാം നീ വന്നത് എന്തിനാണെന്ന്. ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനൊന്നുമല്ല, നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്ന് വെറുതെ അഭിപ്രായം പറയാനൊക്കെ നിനക്ക് താല്പര്യം ഉണ്ടാകാം, യുദ്ധം കാണാനൊക്കെ താല്പര്യം ഉണ്ടാകും. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, വീട്ടിൽ പോയിക്കണം. ഇല്ലേ? അതാ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, വീട്ടിൽ പോയിക്കണം. അല്ലേലിയ എന്ന് സ്വന്തം സഹോദരന്മാർ പോലും എന്ത് ചെയ്തു, അവനെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ വാർത്ത, ഇവനിങ്ങനെ സംസാരിക്കുന്ന ഈ വാർത്ത രാജാവിന്റെ ചെവിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നു, ഇവരോട് വിളിച്ച് സംസാരിക്കും. ഞാൻ വേഗത്തിലൊക്കെ പറഞ്ഞു, വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അല്ലേലിയ ഇവൻ ധൈര്യത്തോടെ പറഞ്ഞു, അല്ലേലിയ ഞാൻ എന്ത് ചെയ്യാം, മുന്നിട്ട് നിൽക്കാം, ഞാൻ ഇറങ്ങാം. അല്ലേലിയ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് തന്റെ പടച്ചട്ടകളും അല്ലേലിയ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന സകല സാധനങ്ങളും എന്ത് ചെയ്തു,
കൊടുത്തു. ഹല്ലേലൂയ. ഇതെല്ലാം കാരണം യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്? പൂർണ്ണമായ തയ്യാറെടുപ്പോടുകൂടി വേണം പോകാനായിട്ട്. അങ്ങനെ അവർക്കുണ്ടായിരുന്ന എല്ലാ ഇതും അണിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ദാവീദ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി, ഹല്ലേലൂയ, ഇതൊന്നും എനിക്ക് പറ്റത്തില്ല, ഇതൊന്നും എൻ്റെ അളവിനോ എൻ്റെ രീതിക്കോ ചേർന്നതല്ല എന്ന് കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതൊക്കെ ഊരി മാറ്റി വെച്ചിട്ട്, ഹല്ലേലൂയ, തനിക്ക് അഭ്യാസമുള്ള, തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? താൻ തുനിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ തൻ്റെ എന്തുണ്ട്? ഒരു കവണയും ഹല്ലേലൂയ ഉണ്ട്. അതിനു വേണ്ടി പരുവപ്പെട്ട 5 കല്ലുമൊക്കെ എടുത്ത് അദ്ദേഹം അവിടെ നിന്ന് അങ്ങനെ യാത്രയാകുകയാണ്. ഹല്ലേലൂയ. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഈ ഫെലിസ്ത്യൻ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുക, ഹല്ലേലൂയ, ഒരു ചെറിയ ബാലൻ ഹല്ലേലൂയ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഫെലിസ്ത്യന് അതിശയവും അരിശവും ദേഷ്യവും പരിഹാസവും എല്ലാം കൂടെ ഒരുമിച്ച് എന്ത് ചെയ്തത്? കയറി വന്നത്. ഹല്ലേലൂയ. ചോദിക്കുന്നത്, നീ ഈ വടിയും ഈ കവണയും ഇതായിട്ട് വരാൻ ഞാനെന്താ നായാണോ? ഹല്ലേലൂയ. എങ്ങനെയാണോ നീ എന്നെ കാണുന്നത് എന്ന് ചോദിച്ച് അവനെ എന്ത് ചെയ്യാണ്? പരിഹസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് പറഞ്ഞു, ഹല്ലേലൂയ, ഇതൊന്നുമല്ല, എനിക്ക് ഒറ്റ ഉറപ്പേ ഉള്ളൂ, ഞാൻ വരുന്നത് ആരുടെ നാമത്തിലാണെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അത് നീ ഇപ്പോൾ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന, നീ ഇപ്പോൾ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, നീ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാമമുണ്ടല്ലോ, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന്റെ നാമം, യഹോവയുടെ നാമം. ഹല്ലേലൂയ. ആ നാമത്തിലാ ഞാൻ എന്ത് ചെയ്യുന്നത്? നിനക്ക് നേരെ വരുന്നത്. ഹല്ലേലൂയ. എനിക്ക് ഉറപ്പുണ്ട്, ഈ യഹോവ നിന്നെ എന്റെ കയ്യിൽ എന്ത് ചെയ്യും? ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഈ ദൈവം ഹല്ലേലൂയ നിന്നെ എന്ത് ചെയ്യും? ഹല്ലേലൂയ, എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. നിന്റെ തല എന്ത് ചെയ്യും? കൊയ്യുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ എന്തില്ല? തല വെട്ടുവാനൊരു കത്തിയോ ഒന്നുമില്ല. ഹല്ലേലൂയ. എന്നാൽ അവനൊരു ധൈര്യമുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഒരു ഉറപ്പുണ്ട്. എന്ത്? യഹോവ ഇവനെ എന്ത് ചെയ്യും? എന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നുള്ളത്. ഹല്ലേലൂയ. ഇതുപോലെ ഇവനെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, ദൈവം മുമ്പാകെ ഉണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, ദാവീദിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത പറയുവാൻ വേണ്ടി ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും വിശദീകരിച്ചത്. ഹല്ലേലൂയ. ഒന്ന്, ദാവീദിന് ഭയമില്ലായിരുന്നു, നിർഭയതയായിരുന്നു എന്ത് ചെയ്തത്? ദാവീദിനെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. കാരണം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്ത് ചെയ്തിരിക്കുക? ഭയപ്പെട്ട് നിൽക്കുക, അല്ലെ? അവനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച്, ഹല്ലേലൂയ, ഒന്ന് തോളെ തട്ടി, നീ മുന്നിൽ നിന്നോ, ഞങ്ങൾ പുറകിലുണ്ടെന്ന് പറയുവാൻ പോലും ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പോലും എന്ത് ചെയ്തില്ല? അവനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. നീ ഒന്ന് മുമ്പിൽ നിന്നാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റെന്ന് പറയുവാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, അവനൊരു ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ, എന്റെ ദൈവത്താൽ ഇവനെ എന്ത് ചെയ്യാൻ കഴിയും? കീഴടക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് ഈ നിർഭയതയാണ്. ഹല്ലേലൂയ. ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തോറ്റതിന് തുല്യമാണ്, അല്ലേ? ഭയപ്പെടുക, നമ്മുടെ ഈ ഹിന്ദിയിലൊരു ഇത് പറയും, ജോ ഡർ ഗയാ സബ് ജോ മർ ഗയാ. ഹല്ലേലൂയ. പേടിക്കുന്നത് മരിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഭയം അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്. ദാവീദ് ഫെലിസ്ത്യനെ ജയിക്കുവാൻ ഉണ്ടായ ഒന്നാമത്തെ അവന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവന്റെ ഭയമില്ലായ്മ. ഹല്ലേലൂയ. അവന്റെ ആകാര വടിവിലോ അവന്റെ യുദ്ധ അഭ്യാസത്തിലോ ഹല്ലേലൂയ അവന്റെ പിന്നിൽ നിൽക്കുന്ന സേനയിലോ ഇതിനെ ഒന്നും എന്ത് ചെയ്തില്ല? ദാവീദിന് ഭയമില്ല. ഹല്ലേലൂയ. ഇതൊക്കെ ഉണ്ടാകാം. ഹല്ലേലൂയ. ഈ ഗോലിയാത്ത് വലിയ യുദ്ധ അഭ്യാസമൊക്കെ ലഭിച്ച ആളായിരിക്കാം. ഹല്ലേലൂയ. ദാവീദിന് അതൊന്നും ഒരു വിഷയമേ ഇല്ല. കാരണം ഹല്ലേലൂയ അവന്റെ ഉള്ളിൽ എന്തില്ല? ഭയമുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ ഒരു തന്ത്രമാണ് ഭയപ്പെടുത്തുക എന്നുള്ളത്. ഹല്ലേലൂയ. നമുക്കറിയാം, നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഹല്ലേലൂയ, നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിക്കാമോ? നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം.
ആ. അവൻ കതകടച്ച് അകത്തിരിക്കുകയായിരുന്നു. ആ. നാം ഒരുമിച്ച് ദേവാലയത്തിൽ മന്ദിരത്തിനകത്ത് കടന്ന് വാതിലടയ്ക്കുക. ആ. നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്. ആ. നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരും എന്ന് പറഞ്ഞു. ആ. അതിനെ ഞാൻ, അതിന് നെഹമ്യാ പറയുകയാണ്, എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെ പോലുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? എന്നെ പോലുള്ള ഒരുവൻ ജീവരക്ഷയ്ക്ക് വേണ്ടി മന്ദിരത്തിലേക്ക് ഓടിപ്പോകുമോ? കേൾക്കണമേ ദൈവത്തിന്റെ ജനമേ, അവൻ കർത്താവിൽ നിന്നും വ്യക്തമായ ആലോചന ലഭിച്ച് ഇതിനു ശേഷം ആലയം പണിയുവാൻ വേണ്ടി ഇറങ്ങിയ വ്യക്തിയാണ് ആര്? നെഹമ്യാവ്. ആ ആലയത്തിന്റെ പണി തടുക്കുവാൻ, അവിടുത്തെ വേലകളെ തടുക്കുവാൻ പിശാച് പല നിലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പദ്ധതികൾ ഇടുന്നുണ്ട്. പല നിലകളിൽ പിശാച് പദ്ധതികൾ ഇട്ടിട്ട് ഉപദേശ രൂപേണ ഇവർക്ക് നല്ലത് വരണം, കേട്ട് കഴിഞ്ഞാൽ വളരെ മധുരമാക്കാൻ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അവൻ നെഹമ്യാവിനെ അറയിലേക്ക് വിളിച്ചു, അവനെ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കൂടി അവിടെ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യുക? അവനെ ഉപദേശിക്കുക. നിന്നെ കൊല്ലാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. കേട്ടാൽ നമ്മൾ ഓർക്കും, എന്താ ഇത് വലിയ ഇവന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ ഇവനെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നെഹമ്യാവിന് മനസ്സിലായി, എന്റെ ശുശ്രൂഷയെ തടുക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെ തടുത്തു കളയുവാൻ പിശാച് കൊണ്ടുവരുന്ന തന്ത്രമാണ് ഇവരിലൂടെ വെളിപ്പെട്ടതെന്ന്. ഹല്ലേലൂയ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയുക, ഹല്ലേലൂയ, എന്നെ പോലുള്ള ഒരുവൻ എന്ത് ചെയ്യണം? ഇത് കേട്ടിട്ട് ഓടിപ്പോകണമോ? ഒരിക്കലും വരുത്. കാരണം ഹല്ലേലൂയ, ദൈവം എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവം എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം എന്നെ ഒരു കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ വാക്കുകളുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യരുത്? പതറിപ്പോവാൻ പാടില്ല, ഞാൻ ഭയപ്പെടുവാൻ പാടില്ല. ഹല്ലേലൂയ, അവൻ പറയുകയാണ്, ഹല്ലേലൂയ, എന്നെ പോലൊരുവൻ ദൈവമേ, ഹല്ലേലൂയ, അവനിൽ എന്തുണ്ട്? കോൺഫിഡൻസ് ഉണ്ട്. ഹല്ലേലൂയ, അവനിൽ എന്തുണ്ട്? ധൈര്യമുണ്ട്. നമുക്കില്ലാത്തതാണ്. ഹല്ലേലൂയ, എന്നെ കൊണ്ട് പറ്റുമോ? ഹല്ലേലൂയ, എന്നെ കൊണ്ട് പറ്റില്ല. ഇതൊക്കെയാണ് നമ്മളുടെ ചിന്താഗതി. എന്നാൽ ദൈവത്തിൽ നിന്ന് ആലോചന ലഭിച്ച, ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ച, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നെഹമ്യാവിന് ഹല്ലേലൂയ, അവൻ അറിയാമായിരുന്നു, ഹല്ലേലൂയ, ദൈവം എന്നിലൂടെ ഈ ശുശ്രൂഷ എന്ത് ചെയ്യും? പൂർത്തീകരിക്കും. ഹല്ലേലൂയ, ദൈവം എന്നിലൂടെ തന്നെ എന്ത് ചെയ്യും? ഈ പ്രവൃത്തി തികയ്ക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ, അതിന് വിരോധമായി ഏത് സെരുബാബേലായിക്കോട്ടെ, അതിന് വിരോധമായി ഹല്ലേലൂയ സുഹൃത്തെന്ന് നടിക്കുന്ന ആരുമായിക്കോട്ടെ, ഹല്ലേലൂയ ഉപദേശ രൂപേണയോ ഭയപ്പെടുത്തുന്ന രൂപേണയോ ഏത് നിലകളിലും എന്റെ പ്രവൃത്തിയോ എന്റെ പ്രവർത്തനങ്ങളെയോ എന്റെ ശുശ്രൂഷകളെയോ പിന്തിരിപ്പിക്കുവാൻ നോക്കിയാൽ മനുഷ്യന്റെ വാക്കിന്റെ മുമ്പിൽ ഞാൻ പതറുകയില്ല. കാരണം എനിക്ക് ശുശ്രൂഷ ലഭിച്ചത്, എനിക്ക് ദൗത്യം ലഭിച്ചത്, എനിക്ക് ഉത്തരവാദിത്വം നൽകിയത് എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുവാനിടയായിട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭോജനം കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, അവിടെ പറയുന്നത് ഹല്ലേലൂയ, അവൻ ഭയപ്പെടാത്ത ഒരു മനസ്സ് ആർക്കുണ്ടായിരുന്നു? ദാവീദിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവന് ഫെലിസ്തീനെ ജയിക്കുവാനുള്ള ഒന്നാമത്തെ പടി, ഒന്നാമത്തെ ക്വാളിറ്റി എന്തായിരുന്നു? ഹല്ലേലൂയ, അവൻ താൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, താൻ ആരെയാണ് ആരാധിക്കുന്നത്? ഹല്ലേലൂയ, തന്റെ യഹോവയുടെ ബലം ആർക്കറിയാം? ദാവീദിനറിയാം. ഹല്ലേലൂയ. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, പലപ്പോഴും നമുക്ക് നമ്മുടെ ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല? വേണ്ടുമെന്ന് അറിയുവാൻ കഴിയുന്നില്ല. നമ്മുടെ ദൈവത്തിന്റെ ബലത്തെ, നമ്മുടെ ദൈവത്തിന്റെ ശക്തിയെ, നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ, നമ്മുടെ ദൈവത്തെ വേണ്ടുമെന്ന് എന്തിനും കഴിയുന്നില്ല. നമുക്കങ്ങോട്ട് മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ടാ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്മാറിപ്പോകുന്നത്. പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞോടുന്നത് എന്തുകൊണ്ടാ? ദൈവത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാ. ഹല്ലേലൂയ.
ദാവീദിന് ആ ഉറപ്പുണ്ടായിരുന്നു, എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഒരു അത്ഭുതമുണ്ട് എന്ന്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ഉണ്ട് എന്ന് ദാവീദിനുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. അതാണ് അവൻ എന്ത് ചെയ്തത്? ഫെലിസ്ത്യന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നെഹമ്യാവ് പറഞ്ഞതുപോലെ എനിക്ക് നിനക്ക് പറയുവാനായിട്ട് കഴിയുമോ? എന്നെ പോലൊരുത്തൻ ഭയപ്പെടുമോ? കാരണം എന്താ? ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ ആലോചന എനിക്ക് ലഭിച്ചത് എവിടെ നിന്നാ? ഉയരത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തത്? എനിക്ക് ആലോചന ലഭിച്ചത്. അതുകൊണ്ട് ഞാൻ എന്റെ ശുശ്രൂഷയിൽ എന്ത് ചെയ്യുകയില്ല? പിന്മാറി പോവുകയില്ല. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ ഞാൻ എന്ത് ചെയ്യുകയില്ല? പിന്മാറി പോവുകയില്ല. മനുഷ്യന്റെ വാക്കുകളോ മനുഷ്യന്റെ സഹായങ്ങളോ സഹകരണങ്ങളോ അല്ല എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എന്റെ ദൈവത്തിന്റെ വ്യക്തമായ ഗൈഡൻസ് ആയിരിക്കുന്നത് എന്നെ മുന്നേക്ക് നയിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഉറപ്പായിരുന്നു ദാവീദ് ഒന്നാമതായി തന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ രണ്ടാമത്തെ കാര്യം, ദാവീദിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി, ഇത് ഞാൻ തന്നെ ചെയ്യണം. അതാണ്. ഇത് മറ്റൊരുവൻ ചെയ്യട്ടെ എന്നുള്ളതല്ല. ദാവീദിന് വേണമെങ്കിൽ യുദ്ധകളത്തിൽ വന്ന് സഹോദരന്മാരെ കണ്ട് വിശേഷം അറിഞ്ഞ് എന്ത് ചെയ്യാം? പടങ്ങിപ്പോകാം. ഇത് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവും തനിക്കില്ല. പക്ഷേ ഇവൻ നിന്ദിക്കുന്നത് ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ ആയതുകൊണ്ട് അവന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? തീ പിടിച്ചു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പിന്നെ അവൻ എന്ത് ചെയ്തില്ല? വേറെ ആരെയും അവൻ നോക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ വിചാരിക്കും എന്താ, അവിടെ വലിയ യുദ്ധവീരന്മാരുണ്ട്, ഇവന്റെ സഹോദരന്മാര് തന്നെ നല്ല യുദ്ധ അഭ്യാസം ലഭിച്ചവരാണ്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള കമാൻഡോസ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ നിൽക്കുന്നത്. അവിടെ വേറൊരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, ആട്ടിടയൻ, ഹല്ലേലൂയ, യാതൊരുവിധ ട്രെയിനിങ്ങും ഇല്ലാത്ത ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ചിന്തിക്കും, എനിക്ക് എന്താ ഇതിന്റെ ആവശ്യം? അല്ലേ? ഞാൻ എന്തിനാ? നമ്മളാണെങ്കിൽ വിചാരിക്കും, എന്തിനാ വെറുതെ പുലിവാല് പിടിക്കാൻ പോകും? ഇല്ലേ? നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇടപെടാൻ പോകുന്നത്? ഹല്ലേലൂയ. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്നത്, അയ്യോ ഞാനിനി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരുടെ പേരിലുള്ള ഭൂതമോ ഇവരുടെ വീട്ടിലുള്ള അന്ധകാരമോ ശക്തി എന്നെ കയറി അറ്റാക്ക് ചെയ്യുമോ? ഇതൊക്കെയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ഹല്ലേലൂയ. നമ്മളുടെ ശുശ്രൂഷയിൽ ഇങ്ങനെയൊക്കെയാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മളൊരു 10 അങ്ങ് പോയാൽ മതി. വെറുതെ ആവശ്യമില്ലാത്തതിനൊന്നും പോയി എന്ത് ചെയ്യണ്ട? തല വെച്ച് കൊടുക്കേണ്ട. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് ചിന്തിച്ചത് വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ദാവീദ് ചിന്തിച്ചത് ഹല്ലേലൂയ, ഇത് ഞാൻ തന്നെ ചെയ്യേണ്ടതാ. ഹല്ലേലൂയ. ഇത് ദൈവം എന്നെ ഏൽപ്പിച്ചതാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഞാൻ തന്നെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇത് വളരെ അവനെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമ്മളെ ദൈവം ഈ ദേശത്താക്കിയിരിക്കുന്നത് ഈ ദേശത്തിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഈ ദേശത്താക്കിയിരിക്കുന്നത് ഇവിടെയുള്ള വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഈ ദേശത്താക്കിയിരിക്കുന്നത് ചിലരെ ദൈവത്തിന് വേണ്ടി ആദായപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അതല്ലാതെ ഹല്ലേലൂയ ജോലിയും മറ്റ് സുഖസൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളും വീടും എല്ലാ ഹല്ലേലൂയ അനുഗ്രഹങ്ങളും പ്രാപിച്ച് നീ ഹല്ലേലൂയ മണിമാളികൾ കയറി ഇരിക്കുവാനല്ല ദൈവം നിന്നെ ഈ ദേശത്താക്കിയിരിക്കുന്നത്. ദൈവം നിന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ദേശത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ ഒരു പക്ഷേങ്കിൽ പിശാചി ബാധിച്ചവനാണെങ്കിൽ അവിടെ പോയി അവന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതല്ല മറ്റേതെങ്കിലും കാര്യങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്റെ മുമ്പിൽ ദൈവം കൊണ്ട് കാണിച്ചത്. ഹല്ലേലൂയ. മാനസിക അസ്വസ്ഥതയുള്ള ഒരു മനുഷ്യനെയാ ദൈവം നിന്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചത്. ഹല്ലേലൂയ. അത് കണ്ടിട്ട് നീ ഭയപ്പെട്ട് ഓടുവാനല്ല. ഹല്ലേലൂയ. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയെ അതതിന്റെ നിലയിൽ ഉപയോഗിക്കുവാൻ നിനക്ക് എന്ത് ചെയ്യണം? കഴിയുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. ഇത് വേറൊരുവനല്ല ചെയ്യേണ്ടതെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. അത് വേറെ ഏതെങ്കിലും പാസ്റ്ററോ വേറെ ഏതെങ്കിലും വിശ്വാസിയോ കുറച്ചുകൂടി കൃപയുള്ള ആരെങ്കിലും പോയി പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിച്ച് പേടിച്ചോടുന്നവനായിട്ടല്ല. ഇത് ഞാൻ തന്നെ ചെയ്യണം, ഇത് എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യം എന്ത് ചെയ്യണം? നമ്മളെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി ഹല്ലേലൂയ, മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടുവാനായിട്ടല്ല ശ്രമിച്ചത്. ഹല്ലേലൂയ. ഇത് ഞാൻ തന്നെ ചെയ്യണമെന്നുള്ള ബോധ്യമായി എന്ത് ചെയ്തത്? അവനെ മുന്നോട്ട് നയിക്കുവാനിടയായിത്തീർന്നത്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ഹല്ലേലൂയ അടുത്ത അതിന്റെ പ്രത്യേകത, അവന് ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ചില അനുഭവങ്ങൾ. എന്താ ദാവീദിന്റെ അനുഭവം?
അപ്പന്റെ ആടുകളുമായി താൻ വനാന്തരത്തിലായിരുന്നപ്പോൾ അവിടെ വെച്ച് ഒരു കരടി, അവിടെ വെച്ച് ഒരു സിംഹം എന്ത് ചെയ്തു? ഈ ആടുകളെ പിടിക്കുവാൻ വേണ്ടി കയറി വന്നു. അവിടെ നിന്നുകൊണ്ട് ഒരാടിനെ അങ്ങ് കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെ കൊണ്ട് രക്ഷപ്പെടുകയല്ല അവൻ ചെയ്തത്. അല്ലെങ്കിൽ അവൻ കയറി മരത്തിൽ ഒളിക്കുകയല്ല ചെയ്തത്. എന്താ ചെയ്തത്? അപ്പൻ അവന്റെ കയ്യിൽ ഏൽപ്പിച്ച ആടുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി സ്വന്തം ജീവനെ എന്ത് ചെയ്തു? അവൻ മറന്നു. അപ്പൻ അവനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? ആടുകളെ മേയ്ക്കുക. അതിലൊന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു തോൽവിയാണ്, അല്ലേ? ഏൽപ്പിച്ച സാധനങ്ങളെ നഷ്ടപ്പെടുത്തി അതിനെ ഇല്ലായ്മ ചെയ്തു എന്ന് പറയുന്നത് ഒരു തോൽവിയാണ്. അപ്പനാണ് അവനെ ഏൽപ്പിച്ചത്, അപ്പന്റെ സമ്പാദ്യമാണിത് എന്നുള്ള ബോധ്യം അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് അവന്റെ ശുശ്രൂഷയിൽ അവനെ ഏൽപ്പിച്ച ദൗത്യത്തെ അവൻ എന്ത് ചെയ്തു? ധൈര്യത്തോടെ ചെയ്യുവാനിടയായി തീർന്നു. അവന് കരടിയുടെ വലിപ്പമോ സിംഹത്തിന്റെ ബലമോ ഒന്നും അവനെ എന്ത് ചെയ്തില്ല? ഭ്രമിപ്പിച്ചില്ല. ഇതൊന്നും അവനെ എന്ത് ചെയ്തില്ല? ഭയപ്പെടുത്തിയില്ല. അവൻ എന്താ ചെയ്തത്? അതിനെ കൊന്ന് അതിനെ എന്ത് ചെയ്തു? തന്റെ ആടുകളെ അവൻ എന്ത് ചെയ്തു? രക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ എക്സ്പീരിയൻസ് ഈ അനുഭവങ്ങൾ എന്ത് ചെയ്തു? അവനെ പ്രചോദിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് വൈകാരം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെയൊക്കെയും ക്രിസ്തീയ ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്തതാ? കടന്നുപോയിട്ടുള്ളവരാ. പല ക്രിസ്തീയ അനുഭവങ്ങൾ ദൈവം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. അത് നമ്മളെ തന്നെ പ്രചോദിപ്പിക്കുവാനായിട്ട് ഇടയായി തീരണം. മറ്റുള്ളവരുടെ സാക്ഷ്യം കേട്ട് പ്രചോദനം വരുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു നാളിൽ ദൈവം നമ്മെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രചോദനം പ്രാപിക്കുവാൻ ഇടയായി തീരണം. അപ്പോൾ ദാവീദിന്റെ പ്രത്യേകത ദൈവം അവനെ ഉപയോഗിച്ചത് അവൻ എന്ത് ചെയ്തു? ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഓർത്ത് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഞാൻ കീറിക്കളഞ്ഞ കരടിയും ഞാൻ കൊന്നുകളഞ്ഞ സിംഹവും ഈ നിൽക്കുന്ന ഗോലിയത്തിനേക്കാൾ ബലമുള്ളതായിരുന്നു. ഒന്നുമില്ല, ഇവൻ മനുഷ്യനാ, മറ്റേതെന്താ? മൃഗമാ. ആ മൃഗത്തെ എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനായിരുന്നുവെങ്കിൽ ഈ നിൽക്കുന്നവരെ എന്ത് ചെയ്യും? ദൈവം എന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ഇടയാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ തന്റെ പഴയകാല അനുഭവങ്ങൾ തന്നെ എന്ത് ചെയ്തു? പ്രചോദനപ്പെടുത്തുവാനിടയായി തീർന്നു. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, പലവിധമായ ശുശ്രൂഷകൾ, പലവിധമായ കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്യിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. പണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നാൽ നമുക്ക് എവിടെയെങ്കിലും കൃപയുള്ളവരുടെ പോയി പ്രാർത്ഥിക്കാമെന്നല്ല നമ്മൾ പറഞ്ഞത്. ധൈര്യത്തോടെ വരൂ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ധൈര്യം നിനക്കുണ്ടായിരുന്നു. നീ പ്രാർത്ഥിച്ച അനുഭവങ്ങൾ നിനക്കുണ്ട്. അവർ വിടുതൽ പ്രാപിച്ച അനുഭവങ്ങൾ നിനക്കുണ്ട്. അതിന്റെ അത്ഭുതങ്ങൾ നീ എന്ത് ചെയ്തതാ? കണ്ടതാ. അനേക രോഗികൾ നിന്റെ പ്രാർത്ഥനയോട് എന്ത് ചെയ്തിട്ടുണ്ട്? സൗഖ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഇന്ന് നമുക്കത് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. കാരണം എന്താ? ഭയം. ഞാൻ പ്രാർത്ഥിച്ചാൽ സംഭവിക്കുമോ? ഞാൻ പ്രാർത്ഥിച്ചാൽ ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഇനി പ്രാർത്ഥിച്ചിട്ട് സംഭവിച്ചില്ലെങ്കിലും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇനി അവർക്ക് സൗഖ്യം വന്നില്ലെങ്കിലും അതും നാണക്കേടാണല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുക? നാം നമ്മിൽ തന്നെ ഒതുക്കുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. എന്ന് പോയിക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദാവീദിനെ മുന്നോട്ട് നയിച്ചത് അവന്റെ മുൻകാല അനുഭവങ്ങൾ. അവന്റെ മുൻകാല അനുഭവങ്ങൾ അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ഗോലിയാത്ത് അവനൊരു വിഷയമേ അല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് പോയിക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ മുൻകാല അനുഭവങ്ങൾ നമുക്കൊരു പ്രചോദനമാകണം നമ്മുടെ മുന്നോട്ടുള്ള ശുശ്രൂഷയിൽ, നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ. അടുത്തതായിട്ട് അവന് ദൈവത്തിലുള്ള ആശ്രയം.
ദൈവത്തിലുള്ള ആശ്രയം. ഹല്ലേലൂയ. അത് വളരെ പ്രാധാന്യമാണ്. ഹല്ലേലൂയ. സിംഹത്തെയും കരടിയെയും ഹല്ലേലൂയ എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന എന്റെ ദൈവം ഈ മനുഷ്യനെ എന്ത് ചെയ്യും? എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരും. എവിടെയാണ് അവൻ ആശ്രയിച്ചത്? അവന്റെ എക്സ്പീരിയൻസിലാണോ? അല്ലെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കവണയിലാണോ? അവനെടുത്ത മെനുമെടുത്ത അല്ലെങ്കിൽ കല്ലുകളിലാണോ? അല്ല. ഹല്ലേലൂയ. അവൻ ആശ്രയിച്ചത് എവിടെയാ? അവൻ വിശ്വസിച്ചത് എവിടെയാ? അവൻ ദൈവത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിലുള്ള ആശ്രയ ബോധം അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ധൈര്യത്തോടെ പറയുകയാണ്, ഈ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യും? അവൻ കീഴ്പ്പെടുത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ധൈര്യത്തോടെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അവൻ യുദ്ധത്തിൽ ജയിക്കുവാനായിട്ടിടയായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഹല്ലേലൂയ, അവൻ ഇസ്രായേലിന്റെ ദൈവത്തിന് അവനെല്ലാം മഹത്വം കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. 17-ാം അധ്യായം 46-ാം വാക്യം വായിക്കാം. നമ്മൾ വായിച്ച അവൻ ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 46-ാമത്തെ വാക്യം. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന് ഹല്ലേലൂയ. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന് എന്ത് ചെയ്യും? സർവ ഭൂമിയിലും അറിയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ മഹത്വം കൊടുത്തത് ആർക്കാണ്? ദൈവത്തിന്. ഹല്ലേലൂയ. അവൻ അതിനകത്ത് പുകഴുവാനൊന്നുമില്ല, അവൻ അതിനകത്ത് പ്രശംസിക്കുവാനും ഒന്നുമില്ല. അവന്റെ ബലം കൊണ്ടോ അവന്റെ അറിവ് കൊണ്ടോ അവന്റെ കഴിവ് കൊണ്ടോ അവന്റെ എക്സ്പീരിയൻസ് കൊണ്ടോ ഒന്നുമല്ല. ഹല്ലേലൂയ. അവന്റെ ദൈവത്താൽ എന്ത് ചെയ്തത്? അവൻ ആ യുദ്ധം ജയിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് അവൻ എല്ലാ മഹത്വവും ആർക്ക് കൊടുത്തു എന്ന് പറയുന്നത്? ദൈവത്തിന് കൊടുക്കുവാനിടയായി തീർന്നു. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന്. ഹല്ലേലൂയ. ഇതുവരെയും 40 ദിവസം ഹല്ലേലൂയ നീ ഇടപെടാതെ പരിഹസിച്ചു കൊണ്ടിരുന്ന യഹോവയുണ്ടല്ലോ, ദൈവമുണ്ടല്ലോ. ആ ദൈവം ഇസ്രായേലിൽ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് സർവ്വ ഭൂമി എന്ത് ചെയ്യും? അറിയുവാൻ ഇടയായി തീരുമെന്ന് അവൻ എന്ത് ചെയ്യുക? വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, എല്ലാ മഹത്വം ആർക്ക് കൊടുത്തു? ദൈവത്തിന് കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നെയും നിന്നെയും ദൈവം ഉപയോഗിച്ചാൽ, ഹല്ലേലൂയ, എന്റെയും നിന്റെയും പ്രാർത്ഥനയാലോ എന്റെയും നിന്റെയും ശുശ്രൂഷയാലോ, ഹല്ലേലൂയ, നമ്മുടെ ഇടപെടലാലോ എന്തെങ്കിലും ഒരു വീര്യപ്രവൃത്തി, എന്തെങ്കിലും ഒരു അത്ഭുതം, എന്തെങ്കിലും ഒരു വിടുതൽ സംഭവിച്ചാൽ എനിക്ക് പുകഴുവാനൊന്നുമില്ല, എനിക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല, അതിലൊന്നും എനിക്ക് യാതൊരു കാര്യവുമില്ല. ഹല്ലേലൂയ. അതിന്റെ മഹത്വം ആർക്കാ? എന്റെ ദൈവത്തിനാ. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ എന്റെ നാമത്തിലല്ല ഞാൻ വരുന്നത്. ഹല്ലേലൂയ. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ നിനക്കെതിരെ വരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ആ മഹത്വം നമ്മൾ ആർക്ക് കൊടുക്കണം? യഹോവയ്ക്ക് കൊടുക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ദാവീദിന്റെ വിജയത്തിന്റെ രഹസ്യം അവനെല്ലാ മഹത്വം എന്ത് ചെയ്തു? ദൈവത്തിന് കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇതുപോലെ കേൾക്കുന്ന ദൈവജനമേ, ആ പ്രസംഗത്തെ ഹല്ലേലൂയ ഈ വിഷയത്തെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്താൽ, ഹല്ലേലൂയ, ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ, ദൈവഹിതവും ദൈവ നിയോഗവും നിറവേറ്റുവാൻ ഹല്ലേലൂയ അവൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുവാനിടയായി തീർന്നു. ഇതുപോലെ കേൾക്കുന്ന ദൈവജനമേ, അവൻ ദൈവഹിതവും ദൈവ ഇഷ്ടവും നിറവേറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. അവൻ ദൈവത്തിൽ പൂർണ്ണമായി എന്ത് ചെയ്തു? ആശ്രയിച്ചു. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നത്, ഇത് ഞാൻ തന്നെ ചെയ്യണം, മറ്റൊരാളിനെ ഏൽപ്പിക്കുവാനല്ല, ഇത് ഞാൻ തന്നെ ചെയ്യണമെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം ഹല്ലേലൂയ അവന്റെ മേലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ പുതിയ വെല്ലുവിളി അവൻ എന്ത് ചെയ്യുകയാണ്? ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. അതിനുള്ള ധൈര്യം എന്ത് ചെയ്തു? അവൻ കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവന്റെ വ്യക്തിപരമായ സുരക്ഷിതത്വത്തെ ഹല്ലേലൂയ അവന്റെ വ്യക്തിപരമായ സുരക്ഷിതത്തെ അവൻ എന്ത് ചെയ്യുന്നില്ല? കാര്യമായി എണ്ണുന്നില്ല. ഹല്ലേലൂയ. ദാവീദ് ഒരിക്കലും ഹല്ലേലൂയ താൻ സുരക്ഷിതനാണോ എന്ന് അവൻ എന്ത് ചെയ്തില്ല? ചിന്തിച്ചില്ല. ഹല്ലേലൂയ. പടച്ചട്ട യുദ്ധമൊക്കെ ഇല്ലാതെ അവൻ കടന്നു ചെല്ലുമ്പോഴും ഹല്ലേലൂയ അവന്റെ സുരക്ഷയെ കുറിച്ചൊന്നും അവന് യാതൊരു ആകുലതകളും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഇതുപോലെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ പലപ്പോഴും നമ്മുടെ സുരക്ഷിതത്തെ എന്ത് ചെയ്യുന്നത്? കൂടുതൽ ചിന്തിക്കുന്നത്. ഞാൻ സേഫ് ആയിരിക്കും എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ. ഹല്ലേലൂയ. ഇതുപോലെ കേൾക്കുന്ന ദൈവജനമേ, പൂർണ്ണമായി ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എന്റെ സുരക്ഷിതത്വം ആരാ നോക്കുന്നത്?
ദൈവമാണ് നോക്കുന്നത്. ഹല്ലേലൂയ. അത് ഏത് കാര്യത്തിലായിക്കോട്ടെ, നിന്റെ സുരക്ഷിതം ഏറ്റെടുക്കുന്ന ആരാ? ദൈവമാണ്. ഇതുപോലെ കാലം ഹല്ലേലൂയ. ആമേൻ ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ആ വിജയം ഉണ്ടാകാനുള്ള കാരണം ഒന്ന്, ഹല്ലേലൂയ, അവന്റെ ഭയമില്ലായ്മ, അവന്റെ നിർഭയത. രണ്ട്, ഹല്ലേലൂയ, താൻ തന്നെ ചെയ്യണമെന്നുള്ള ബോധ്യം. ഹല്ലേലൂയ. മൂന്ന്, തന്റെ മുൻകാല അനുഭവങ്ങൾ. ഹല്ലേലൂയ. നാല്, അവന്റെ ദൈവത്തിലുള്ള ആശ്രയം. ഹല്ലേലൂയ. അത് മാത്രമല്ല, എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുവാനുള്ള മനസ്സ്. ഹല്ലേലൂയ. ഇത് എല്ലാം അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഹല്ലേലൂയ, അതുവരെയും ഇല്ലാത്ത ഒരു വലിയ വിജയം എന്ത് ചെയ്തു? ദൈവം അവന് കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ ഇസ്രായേലിന്റെ രാജാവായി വാണരുളി. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് മഹത്വം പ്രാപിക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെയും ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ, ദൈവിക കാര്യങ്ങളെ എപ്രകാരം നമ്മൾ മുന്നോട്ട് നയിക്കണമോ അതിനുള്ള കൃപയും കഴിവും കർത്താവ് നൽകേണ്ടതിനായിട്ട് ഹല്ലേലൂയ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിർഭയം, ഭയമില്ലാത്തവരായി നിർഭയതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ധൈര്യം ദൈവം നമുക്ക് നൽകേണ്ടതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇത് ഞാൻ തന്നെ ചെയ്യണം, ഇത് എന്റെ ശുശ്രൂഷയാണ്, ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമ്മളെ മുന്നോട്ട് നയിക്കണം. മൂന്ന്, നമ്മുടെ മുൻകാല അനുഭവങ്ങൾ നമുക്ക് പ്രചോദനമായി മാറുവാനിടയായി തീരണം. ഹല്ലേലൂയ. ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും കുറഞ്ഞു പോകാതെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുവാൻ, ഒരു മഹത്വവും നമുക്കല്ല, പുകഴുവാനോ പ്രശംസിക്കാനോ നമുക്കൊന്നുമില്ല. എല്ലാ മഹത്വവും ദൈവത്തിന് കയറ്റി കൊടുത്താൽ ദൈവം ഉന്നതമായ വിജയത്തെ നമുക്ക് നൽകുവാനിടയായി തീരും. നമ്മിലൂടെ വലിയ ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാനിടയായി തീരും. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ. ഇപ്പോൾ വിശ്വാസ